അവൻ ഫലം പുറപ്പെടുവിച്ച ഒരു മനുഷ്യൻ പറഞ്ഞ പദമായി നിരാശയെ ധ്യാനിക്കുന്നത്, ഞാൻ ഇന്നേ ദിവസം വരെ വല്ലപ്പോഴും എന്നല്ല പറഞ്ഞത്, ആണ്ടിൽ ഒരിക്കലും നല്ല പറഞ്ഞത്, ഞായറാഴ്ചകളിൽ നല്ല പറഞ്ഞത്, ഞാൻ ഇന്നേ ദിവസം വരെ എന്റെ ജീവിതത്തിന്റെ അകത്ത് സൂക്ഷിക്കുന്ന ഒരു നിലവാരമുണ്ട്. എന്താണെന്നറിയാമോ? നല്ല മനസാക്ഷി. ഏറെക്കുറെ 14 ലേഖനങ്ങളിൽ സഭയ്ക്ക് കൈമാറാൻ ഒരു മനുഷ്യന് പ്രാപ്തി കിട്ടുന്നതെന്നറിയാമോ? താൻ സൂക്ഷിച്ചൊരു നിലവാരമുണ്ട്. He exercised himself, he strived himself to have a conscience void of all offenses. അവൻ എസെക്കിയേൽ പ്രവചനത്തിന്റെ അവസാന താളുകൾ എത്തുമ്പോൾ അവൻ ദൈവാത്മാവിൽ പ്രവാചകനെ ദൈവം കാണിക്കുകയാ. ഒരു ഉറവ ഒഴുകി തുടങ്ങി. അത് ആലയത്തിന്റെ അകത്തുനിന്ന് ഒഴുകുന്നത്. അത് 1000 മുഴം കടന്നു, 1000 മുഴം കടന്നു, അടുത്ത 1000 കടന്നു. അതൊരു നദിയായി മാറി. ഈ നദി ജീവൻ ഉളവാക്കുന്ന നദിയാണ്. ഈ എസെക്കിയേൽ പ്രവചനം 40-ാം അധ്യായം മുതൽ 48-ാം അധ്യായം വരെ ദൈവജനത്തിന്റെ റെസ്റ്റോറേഷനെ കുറിച്ച് പറയുക. So from the book of Ezekiel chapter 40 to 48 it is speaking about the restoration of the God's people. ഈ ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം, ബാബേലിന്റെ അകത്ത് അടിമത്തത്തിൽ കിടന്ന ജനം നിരാശയിലാണ്. When you study history you understand that the people that are under the captivity of Babylon, they are depressed. സങ്കീർത്തനം 137-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ ഞാൻ 1-2 തവണ വായിച്ചു. ഒന്നുകൂടെ നോക്കിയോ. സ്തോത്രം. അവിടെ ഒരു നദി ഒഴുകുന്നത് കാണാം. We see a river flowing in Psalm chapter 137 verse 1 ആ to നദി 3. എവിടുത്തെ നദിയാണെന്നറിയാമോ? ബാബേലിന്റെ നദിയാണ്. It is the rivers of Babylon. ഈ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ജീവനുള്ളവനെ കൊല്ലുന്ന നദിയാണ്. This river is special in that it kills that has life. അഭിഷേകമുള്ളവനെ നിരാശയിൽ പിടിച്ചിരുത്തുന്ന നദിയാണ്. It distresses anybody that has the anointing. ആരാധിക്കുന്നവന്റെ കിന്നരങ്ങളെ താഴെ വെപ്പിക്കുന്ന നദിയാണ്. It forces those that worship to put down their musical instruments. ഹല്ലേലൂയ. നിരാശകൾ കൊണ്ടുവരുന്ന നദിയാണ്. It is a river that brings depression. കരച്ചിലുകൾ കൊണ്ടുവരുന്ന നദിയാണ്. It is a river that makes people weep. നോക്കിയേ, ആമേൻ. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഞങ്ങൾ സിയോനെ ഓർത്ത് കരഞ്ഞു. It says we wept when we remembered Zion. ഈ നദി നഷ്ടങ്ങൾ കൊണ്ടുവരുന്ന നദിയാണ്. It is a river that brings losses. ഹല്ലേലൂയ. ദൈവജനത്തിന് സകലതും നഷ്ടമായി. The people of God lost everything. ആലയം നശിപ്പിക്കപ്പെട്ടു. The temple was destroyed. ജനത്തിന് തങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമായി. The people of God lost everything ഇപ്പോൾ that they had. നദിയുടെ കീഴ് സാമൻ അരികത്തിരിക്കുകയാ. 2-ാം വാക്യം. And now they are sitting by the banks of that river. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ നടുവിൽ അലരി വൃക്ഷങ്ങളുടെ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ട്, എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദൈവത്തെ പാടി ആരാധിച്ചിരുന്ന കിന്നരം അത് കരങ്ങളെടുക്കാൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടമായി. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ട് അവൻ ഈ നദിക്കരയിരുന്ന് കരയുകയാണ്. They started saying we lost our identity, so we have left these musical instruments and we are weeping instead. നോക്കേ, ഇതാണ് ദൈവജനത്തിന്റെ സാഹചര്യം. So this is the circumstance faced by the people of God. ദൈവത്തിന്റെ ജനത്തെ എവിടെ പിടിച്ചൊതുക്കിയെന്നറിയാമോ? ആമേൻ. ബാബേലിന്റെ നദിക്കരികിൽ പിടിച്ചൊതുക്കി കളഞ്ഞു. Now they are being restricted to the banks of the river of പ്രവാചകൻ Babylon. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പ്രവാചകൻ പ്രവചിച്ചു വരുമ്പോൾ ആമേൻ എസെക്കിയേൽ പ്രവചനത്തിന്റെ അവസാന താളുകൾ എത്തുമ്പോൾ ആമേൻ ദൈവാത്മാവിൽ പ്രവാചകനെ ദൈവം കാണിക്കുകയാ. ഒരു ഉറവ ഒഴുകി തുടങ്ങി. അത് ആലയത്തിന്റെ അകത്തുനിന്ന് ഒഴുകുന്നത്. അത് 1000 മുഴം കടന്നു, 1000 മുഴം കടന്നു, അടുത്ത 1000 കടന്നു. അതൊരു നദിയായി മാറി. ഈ നദി ജീവൻ ഉളവാക്കുന്ന നദിയാണ്. But as the prophet reaches the end of his book, God reveals to him a revelation of a river flowing out of the temple. ഇനി ഒരു സന്ധിച്ചോണ്ട് ഞാൻ നമ്മുടെ ചരിത്രത്തിൽ ഒരു കാര്യം, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാൻ പോവാ. I want to tell you something that we know already from history. നമ്മളൊക്കെ ഇന്ത്യക്കാരാ. We are Indians. ഇന്ത്യയിൽ ഒഴുകുന്ന പല നദികൾ സ്തോത്രം ലൈഫിന്റെ സോഴ്സ് ആണ്. Many rivers that flow in India are sources of life. നോക്കിയേ, പറഞ്ഞു വന്നതിന്റെ സാരം ഇതാണ്. അവൻ നദികൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. Rivers are very important. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിച്ചത് ഒരു നദി ഒഴുകുകയാണ്, അത് ജീവൻ ഉളവാക്കുന്ന നദിയാണ്. That is why the prophet is prophesying that there is a river that is carrying life. ഇന്ന് രാത്രി ദൈവശബ്ദം പറയാം, 2026 ദൈവസഭ ജീവൻ കാണുന്ന വർഷമാണ്. നിനക്ക് നഷ്ട
നഷ്ടമായതിനെ ബാബേലിന്റെ നദികൾ നിനക്ക് നഷ്ടം വരുത്തിയെങ്കിൽ 2026 അവൻ ആലയത്തിന്റെ അകത്തുനിന്ന് ഒഴുകുന്ന നദി നിനക്ക് നഷ്ടമായതിനെ നിനക്ക് മടക്കി തിരിച്ചു കൊണ്ടുവരുന്ന വർഷമായിരിക്കും ഈ വർഷം. 2026 will be a year where you see life, that anything that you lost because of the river of Babylon, life is coming back to you. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. പലരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ശൂന്യമായി പോയി. അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്, സ്പിരിച്വൽ റൂട്ടുകളുണ്ട്. ശൈന്ദുരാത്രി ദൂത് പറയാ, നദി ഒഴുകുകയാണ്, അത് നിന്റെ നഷ്ടങ്ങളെ നികത്തുന്ന നദിയാണ്. അവൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. There is a spiritual reason behind many empty bank accounts, and there is a river of life that can restore that. ഞാൻ ദൈവസഭയ്ക്ക് എന്ന് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, നീ നാച്ചുറലിൽ കാണുന്ന പല വിഷയങ്ങളുടെ പിന്നിൽ നാച്ചുറൽ റീസൺ അല്ല, അതിന്റെ പിന്നിൽ സ്പിരിച്വൽ റൂട്ടുകളുണ്ട്. I've said before that there are spiritual reasons behind some of the problems that you face in life. ഈ ചില കുടുംബങ്ങളെ പരിശോധിച്ചാൽ അറിയാം, when you study some families, അവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ പിന്നിൽ സ്പിരിച്വൽ റൂട്ടുകളാണ്. that there are spiritual roots behind. ഇന്ന് രാത്രി റൂഹാമ ദൂത് പറയാ, അതിന്റെ പിന്നിൽ ഒരു വ്യാപാരം ഉണ്ടെങ്കിൽ ആലയത്തിന്റെ അകത്തുനിന്ന് ഒഴുകുന്ന നദി നിന്നെ ജീവനിലേക്ക് മടക്കി വരുത്തും. If there is a force behind that, that the river of life can bring you back to where you need to be. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് പറഞ്ഞ പദമുണ്ട്, there is something the Lord said, എന്നിൽ വിശ്വസിക്കുന്നവന്റെ that out of the belly of him that believes on me, ഉള്ളിൽ നിന്ന്, from his belly, ഉള്ളിൽ നിന്ന്, from his belly, തിരുവെടുത്ത് പറയും പോലെ, as the word says, എന്തൊഴുകും? നദി ഒഴുകും. out of his belly shall flow rivers of living water. ഈ പുതുനിയമ വിശ്വാസികളെ സംബന്ധിച്ച് നമ്മൾ ഈ നദിയുടെ ഒഴുക്കിന്റെ കാഴ്ചക്കാരല്ല. In regards to the New Testament believers, we are not just people that are seeing the river of life. നദി ഒഴുകുന്നത് കാണുന്നവരല്ല, നമ്മിൽ കൂടുതൽ ഒഴുകണം. We are not just seeing it, but that river should flow through us. നമ്മളിൽ നിന്ന് ഒഴുകണം. That river should flow from us. നമ്മളിൽ നിന്ന് ഒഴുകി തുടങ്ങണം. That river should start flowing from us. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നീ കാഴ്ചക്കാരനായിരുന്ന ജീവൻ പ്രാപിക്കുകയല്ല, if you just continue to watch it, you will not receive നിന്റെ that അകത്തുനിന്ന് life. ഒഴുകണമെന്ന്. It should start to flow from within you. അഭിഷേകം പ്രാപിക്കണം. If you have not received the Spirit of ഈ God, you should ദൈവകൃപ receive the Spirit of ഏറ്റെടുക്കേണ്ടവൻ ഈ God. വർഷം ഏറ്റെടുത്തോണം. People that need to receive His grace need to receive it this year. ഒരാമേൻ പറഞ്ഞ ഇത്ര വലിയ സൗഭാഗ്യം ദൈവം നമുക്ക് തന്നിട്ട് നമ്മൾ ഇത് പ്രാപിക്കാതിരുന്നാൽ എങ്ങനെ ഒക്കുന്നത്? If God has gifted you something so great, how will it be if you have not received it? ദൈവജനത്തിൽ വായിക്കുന്ന വീഞ്ഞു കുടിച്ച്, The Bible says, do not be drunk with wine. വീഞ്ഞു കുടിച്ച് മത്തരാകൽ, പിന്നെന്തോ ആണ്? ആത്മാവിനാ നിറയണം. But it says, do not be drunk with wine, പരിശുദ്ധാത്മാവിനാ നിറയണം. but be filled with the Spirit of God. ഈ പലപ്പോഴും ഈ നദിയുടെ ഒഴുക്കിനെ നമ്മൾ തടയുന്ന പല ഘടകങ്ങളുണ്ട്. Many times there is something that is stopping the flow of this river. ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാകണമെങ്കിൽ നദി ഒഴുകിയൊക്കത്തുള്ളൂ. For there to be fruitfulness, this river ആ should flow. ഫ്രൂട്ട്ഫുൾനെസ് നിന്നിൽ വെളിപ്പെട്ടു വരാതിരിക്കാൻ ഈ ഒഴുക്കിനെ തടയുന്ന പല But ഘടകങ്ങളുണ്ട്. there are many things preventing the flow of this river. അതൊരു കാര്യം ഒന്ന് പറഞ്ഞു തുടങ്ങാം. And I'd like to start by saying one of these things. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നാട്ടെ. Let's come to the book of Acts, 24-ാം അധ്യായം, verse 24, അതിന്റെ 15-16 വാക്യങ്ങൾ. verse 16 and 17. 24-ാം അധ്യായം, യെസ്, അതിന്റെ 16-ാം വാക്യം. അതുകൊണ്ട് എല്ലാവരും ഈ വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. ഈ മലയാളത്തിലെ തർജ്ജമ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഉള്ള പറഞ്ഞ സ്തോത്രം. ഈ ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്ന പദം ശ്രദ്ധിച്ചേ. ആൻഡ് ഹിയറിൻ ഐ ഡു എക്സസൈസ് മൈസെൽഫ്. സി, ആ പദങ്ങളുടെ പവർ നോക്കിക്കോണേ. ഐ ഡു എക്സസൈസ് മൈസെൽഫ് ടു ഹാവ് ഓൾവേസ് എ കോൺഷ്യൻസ് void of offense towards God and towards man. മറ്റൊരു ട്രാൻസ്ലേഷൻ, ഇഷ്ടപ്പെട്ട ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ഐ എക്സസൈസ് മൈസെൽഫ്, അല്ലെങ്കിൽ ഐ സ്ട്രൈവ് മൈസെൽഫ് ടു ലീവ് എ ലൈഫ് void of offense in my conscience. എവിടെയാ പറഞ്ഞേ? ഇവിടെ ഞാൻ ഈ വചനം ഒന്ന് തൊട്ടിട്ടുള്ള വചന. എവിടെയാ? നമ്മുടെ മനസാക്ഷി, കോൺഷ്യൻസിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. Our conscience is very important. ഈ പൗലോസ് ഇത് പറയുമ്പോൾ
താൻ ഒത്തിരി അക്യൂസേഷനെ നേരിടുന്ന ഒരു സമയമാണ്. As Paul says this, it is a time where he's facing much accusation. ഹല്ലേലൂയ. തന്നെ ഒരു കുറ്റവാളിയെ പോലെ കണ്ട് സ്തോത്രം ഹല്ലേലൂയ ഇങ്ങനെ തന്നെ തന്നെ അക്യൂസേഷനെ നേരിടുന്ന സമയമാണ്. This is a time when the apostle Paul is facing much accusation. ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സീസണിലല്ല പൗലോസ് നിൽക്കുന്നത്. It is not at all a season where he has any kind of positive energy around ആരും തന്നെ സഹായിക്കാനില്ല. There is nobody to help him. പൗലോസിനെ പറയുന്നുണ്ട് ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. That is why the apostle Paul even says that there was nobody that was my shelter. പൗലോസിന്റെ ശുശ്രൂഷകൾക്ക് പൗലോസ് അഭിമുഖീകരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞാൽ താന് സ്ഥാപിച്ച സഭകൾ പോലും അവിടെ തന്നെ കള്ള അപ്പോസ്തലന്മാർ കയറിയിട്ട് വ്യാജന്മാർ കയറിയിട്ട് പറഞ്ഞു ഇവൻ കള്ള അപ്പോസ്തലൻ എന്ന് പറഞ്ഞു. The problem that Apostle Paul faced was that when he started establishing his churches is that some people started to tell each other that this is a false apostle. ഒത്തിരി വേദനകൾക്കകത്ത് തുടരാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാണ് പൗലോസ്. He was a man that had the possibility to live in failure. പൗലോസിനെ പറഞ്ഞിട്ടുണ്ട് കല്ലേറ്, തടവ്, പട്ടിണി, പൈതാഹം, ആപത്ത്, ഉറക്കളിപ്പ്, ഇങ്ങനെയൊക്കെ അറിയാതെ വായിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ആര് സഹിച്ചിട്ടുണ്ട്? പൗലോസ് സഹിച്ചിട്ടുള്ള മനുഷ്യനാ. The apostle Paul even says about himself that he has faced much stoning, he has been in prison, he gives a list. ദൈവവൃത്തം പറഞ്ഞു ഈ പദം ഒന്ന് ശ്രദ്ധിച്ചോണം. And notice what this man of God is saying. I always exercise. Hallelujah. I exercise myself always. To live a life that my conscience should be void of offense. എന്റെ കോൺഷ്യൻസിന്റെ അകത്ത് offense കടക്കാതിരിക്കാൻ I am striving and I am exercising. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Do you understand this? വിശദീകരിക്കാൻ സമയമില്ല, ഇതൊന്ന് തുടങ്ങി വെക്കാം. ഈ മനസാക്ഷി എന്താണ്? ഇന്ന് രാത്രി കഥദാസൻ ഈ ഇതിന്റെ ഏരിയകളെയൊക്കെ തൊട്ടിട്ടുണ്ട്. The man of God earlier spoke about some things in this region. ഈ ആത്മാവിന്റെ നദി നമ്മളിൽ നിന്ന് ഒഴുകണം. The river of the spirit should flow from us. We are triune in nature. നമുക്ക് എന്തുണ്ട്? We have a spirit, we are a spirit, we have a soul and we have a body. നമ്മുടെ ശരീരത്തിന്റെ തിങ്കിങ് പാർട്ട് എന്തുവാണ്? What is the thinking part of our flesh? എന്തുവാ നമ്മുടെ ശരീരത്തിന്റെ തിങ്കിങ് പാർട്ട്? പലരുടെയും ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന്റെ തിങ്കിങ് പാർട്ടാണ് ബ്രെയിൻ. The thinking part of our body is our brain. നമ്മുടെ സോളിന്റെ തിങ്കിങ് പാർട്ട് ഏതാ? What is the thinking part of our soul? നമ്മുടെ സോൾ എന്ന് പറഞ്ഞാൽ എന്തോ? നമ്മുടെ ദേഹി. What does it mean by your soul? ദേഹിയുടെ ഘടകങ്ങളൊക്കെ എന്ന് പറഞ്ഞേ. What are the parts of your soul? മൈൻഡ്, വിൽ പവർ. ഇതൊന്നും അറിയത്തില്ലേ? മൈൻഡ്, വിൽ പവർ, ഇമോഷൻസ്, ഫീലിങ്സ്, ഇതെല്ലാം നമ്മുടെ ദേഹിയുടെ ഭാഗങ്ങളാ. These are all parts of your soul. ഈ ദേഹിയുടെ തിങ്കിങ് പാർട്ട് ഏതാ? What is the thinking part of your soul? മൈൻഡ്. അപ്പം ശരീരത്തിന്റെ തിങ്കിങ് പാർട്ട് ഏതാ? So what is the thinking part of your body? ബ്രെയിൻ. നമ്മുടെ ദേഹിയുടെ തിങ്കിങ് പാർട്ട്. What is the thinking part of your soul? ദേഹിയുടെ നമ്മുടെ മലയാളം അറിയത്തില്ലേ? സോളിന്റെ തിങ്കിങ് പാർട്ട് ഏതാന്ന്? മൈൻഡ്. Your mind. മനസ്സിലാകുന്നുണ്ടോ? Do you understand this? നമ്മുടെ സ്പിരിറ്റിന്റെ തിങ്കിങ് പാർട്ട് ഏതാ? What is the thinking part of your spirit? It is conscience. It is your conscience. അപ്പം നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് ഒന്ന് തൊട്ടുവിടാം. നമ്മൾ ദൈവം അടുത്ത ആഴ്ച ധ്യാനിക്കുക ഭാഗം. this is very important. പൗലോസ് പറഞ്ഞ പദം ഒരിക്കലും മറക്കല്ലേ. ഈ ആഴ്ച എല്ലാം നിങ്ങൾ വീട്ടിൽ പോയി ഭാഗം ധ്യാനിക്കണം. Don't forget what the apostle Paul said. When you finish this, go back home and study these portions. 23-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചോ. 23-ാം അധ്യായം 1-ാം വാക്യം. Chapter 30 23 verse 1. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി. എവിടെ നിൽക്കുക? ന്യായാധിപ സംഘത്തിന്റെ മധ്യ നിൽക്കുക. ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും ഞാൻ വല്ലപ്പോഴും നല്ല പൗലോസ് പറഞ്ഞത്, ഞാൻ ഇന്നേ കണ്ടോ ഡെമസ്കോസിന്റെ പടിവാതിൽക്ക് മുതല് ഹല്ലേലൂയ എന്റെ മേൽ ദൈവശക്തി അടിച്ചത് മുതല് പൗലോസ് പറയുകയാണ്, ഞാൻ ഇന്നേ ദിവസത്തോളം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവത്തിലെ നമുക്ക് ഇങ്ങനെ പറയാൻ ഒരു തന്റെ നമ്മുടെ അകത്തുണ്ടോ? The apostle Paul is saying that from the time the light of God hit me in the city of Damascus till now I have lived in a conscience. ആ വാക്യം മുഴുവൻ വായിച്ചേ. കേവലം നല്ല മനസാക്ഷിയോടും. എങ്ങനാ?
നല്ല മനസ്സാക്ഷി ഇത് വളരെ പ്രാധാന്യമുള്ളതാ. അവൻ ഫലം പുറപ്പെടുവിച്ച ഒരു മനുഷ്യൻ പറഞ്ഞ പദമായി ഇന്ന് രാത്രി ഞാൻ ധ്യാനിക്കുന്നത്. ഞാൻ ഇന്നേ ദിവസം വരെ വല്ലപ്പോഴും എന്നല്ല പറഞ്ഞത്, ആണ്ടിൽ ഒരിക്കലും നല്ല പറഞ്ഞത്, ഞായറാഴ്ചകളിൽ നല്ല പറഞ്ഞത്. ഞാൻ ഇന്നേ ദിവസം വരെ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് സൂക്ഷിക്കുന്ന ഒരു നിലവാരമുണ്ട്. എന്താണെന്നറിയാമോ? നല്ല മനസാക്ഷി. This man that we know bore good fruit is saying that until this time I have lived in a good conscience. ഏറെക്കുറെ 14 ലേഖനങ്ങളിൽ സഭയ്ക്ക് കൈമാറാൻ ഒരു മനുഷ്യന് പ്രാപ്തി കിട്ടുന്നതെങ്ങനെ അറിയാമോ? താൻ സൂക്ഷിച്ചൊരു നിലവാരമുണ്ട്. He exercised himself, he strived himself to have a conscience void of all offenses. You know how it is that this man was filled with so much wisdom about Jesus that even the people that walked with Jesus did not have. ഇത് മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാ അത് വെളിപ്പാട് വന്നതല്ല. It is not just a revelation that came randomly. ആമേൻ. വെളിപ്പാട് എവിടാ വരേണ്ടതെന്ന് അറിയാമോ? നിന്റെ ബ്രെയിനിലല്ല. Wherever that the revelation comes, not in your brain. ഈ ബ്രെയിൻ, നമ്മൾ ബ്രെയിനും കൊണ്ട് വെളിപ്പാട് പിടിക്കാൻ ശ്രമിക്കും. We try to get revelations from our അത് brain. വെളിപ്പാടല്ല, അതിന്റെ പേര് വെളിവുകേടെന്നാ. That is not revelation, that is foolishness. നിനക്ക് വെളിപ്പാടുണ്ടാ, നിന്റെ അകത്തെ മനുഷ്യനില ഉണ്ടാകേണ്ടത്. അതുണ്ടാകണമെങ്കിൽ നിന്റെ conscience should be void of all offenses. Your revelation should come from your spirit man, so your conscience should be void of offenses. പിശാച് അടിക്കുന്ന ഏത് മേഖല എന്നറിയാമോ? നിന്റെ കോൺഷ്യസിന്റെ അകത്ത് ഓഫൻസ് ഇട്ട് നിന്നെ ബാബേലിന്റെ നദിയുടെ തീരങ്ങളിൽ ഒതുക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. ഇന്ന് രാത്രി get up, അതിനെ കുടഞ്ഞുകളോ, നിന്റെ അകത്തെ മനുഷ്യൻ ജീവൻ പ്രാപിക്കട്ടെ. The devil tries to attack your conscience by bringing you to a time where you have offense and you are by the river of Babylon weeping. മനസ്സിലാകുന്ന നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? Are you with me? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അപ്പം നമ്മുടെ ബ്രെയിൻ്റെ തിങ്കിങ് പാർട്ട്, So the thinking part of our flesh, നമ്മൾ ഈ സ്ട്രക്ചർ എല്ലാം മനസ്സിലാക്കി. ബ്രെയിൻ്റെ തിങ്കിങ് പാർട്ട്, the thinking part of our body, ഐ ആം റിയലി സോറി, നമ്മുടെ ബോഡിയുടെ തിങ്കിങ് പാർട്ട്, our brain, നമ്മുടെ സോളിന്റെ തിങ്കിങ് the പാർട്ട്, thinking part of your soul, മൈൻഡ്, നമ്മുടെ സ്പിരിറ്റിന്റെ തിങ്കിങ് പാർട്ട്, കോൺഷ്യസ്. അപ്പം ഇത് മൂന്നും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. So these three communicate with each other. അപ്പം നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്ന, ഇപ്പം ഒരാൾ എനിക്കെതിരെ ഒരു അപവാദം പറഞ്ഞിരിക്കട്ടെ. So let's say somebody is opposing me. അത് ആദ്യം നമ്മുടെ എവിടെ പിടിക്കുന്നറിയാമോ? Where that, do you know where it is that first touches that? നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചറിന്റെ തിങ്കിങ് പാർട്ടാണ് അവർക്ക് ആദ്യം പിടിക്കുന്നത്. That the physical structure of your body is what it attaches ഇത് itself പിടിച്ചു ഇത് എങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? to. So it attaches itself to the brain and പുറമെ നോക്കുമ്പോൾ ചിരിക്കുമായിരിക്കും ആള്. that person might be smiling from the ഇവനകത്ത് outside, ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. but your brain is ചിലർ നോക്കാം, communicating. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും അകത്ത് വേറെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. എനിക്കറിയാം. ചിലരെ നോക്കുമ്പോൾ അറിയാം. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന പാസ്റ്റർ നോക്കുമ്പോൾ ഞാൻ ഭയങ്കരമായി ശ്രദ്ധിക്കുന്നുള്ളത് പാസ്റ്റർ മനസ്സിലാകണം. പക്ഷേ ഹല്ലേലൂയ, പക്ഷെ അങ്ങനല്ല, അകത്തൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. Even when I'm looking at many people here, many people are looking at me, but I know that there are other communications അപ്പോൾ that your നോക്കിയേ, brain ഈ is doing ബ്രെയിനിന്റെ inside. അകത്ത് കിട്ടിയ ഇൻഫർമേഷൻ എങ്ങോട്ട് കൈമാറി? So your brain takes this information and gives it to, ഹല്ലേലൂയ, അകത്ത് ദേഹിക്കകത്ത് കൈമാറി ദേഹിയുടെ തിങ്കിങ് പാർട്ടായ മൈൻഡിന് കൊടുത്തു. it hands it over to the soul, and then the soul hands it over to the mind. ഹല്ലേലൂയ. മൈൻഡ് എങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? Where does the mind then communicate it ഈ to? മൈൻഡിന്റെ അകത്ത് ചിലരുടെ അകത്ത് ഭയങ്കര വൈരാഗ്യമാണ്. Some people have a lot of revenge in their mind. മനസ്സിലായോ? ഇതെവിടെ കൈമാറി? Because why has this information been taken to? ഞാൻ പറയാം, മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമ്മൾ ഈ കോൺഷ്യൻസിന് ഈ മെഡിക്കൽ സംവിധാനത്തിന്റെ അകത്ത് സബ് കോൺഷ്യൻസ് എന്നാ പറയുന്നത്. In your mind there is something called your subconscious mind. എന്ന് പറഞ്ഞാൽ it will stay sub beneath the line. പുറത്ത് കാണിക്കത്തില്ല. You will not be able to see it from the It outside. will stay behind the line. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? Amen. അപ്പൊ അതുകൊണ്ട് ഈ പക്ഷേ നമ്മുടെ ഈ ദേഹിക്കകത്ത് കിട്ടിയ സാധനം അകത്ത് കിടക്കുക. So this information that has been received by your soul is under the subconscious. അത് കൈപ്പായും ഒഫൻസായും വിരോധമായും എവിടെ കിടക്കുക? And that becomes bitterness and revenge underneath your subconscious. അപ്പൊ ഇതിനു വേണ്ടിയാണ് പിശാച് ഓരോന്ന് സെറ്റ് ചെയ്യുന്നത്. And it is because of this, and it is for this that the devil sets it, നീ പുറത്തു വരാതിരിക്കാൻ. so that you will not come out.
നോക്കി, അതുകൊണ്ടാണ് ഇനി അത് മനസ്സിലാകാൻ വേണ്ടി എങ്ങനെ ഞാൻ മെഡിക്കൽ സംവിധാനമായിട്ട് എനിക്ക് ബന്ധമില്ലെങ്കിലും എനിക്ക് അറിയാവുന്ന രീതി ഞാൻ പറയാം. I don't have any relation with the medical world, but I'll tell you something that I know. നമ്മൾ പകൽ മുഴുവൻ അധ്വാനിച്ചു, We worked all morning, വൈകിട്ടായപ്പോഴത്തെ ഭയങ്കര ടയർഡായി. and now by the evening time we are tired. ഒന്ന് വിശ്രമിച്ചാൽ കൊള്ളാൻ തോന്നി. We think, oh, maybe we should sleep, നമ്മളെ ഉറങ്ങാൻ കയറി കിടന്നു. and then we go to bed, ഉറങ്ങാൻ കിടന്നു, ചില മണിക്കൂറുകൾ കഴിഞ്ഞു. and now we are sleeping and it's been a few hours. Subconscious will come up. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം. സബ് കോൺഷ്യൻസ് വിൽ റൈസ് അപ്പ്. അപ്പൊ അകത്ത് കിടക്കുന്ന സംവിധാനങ്ങൾ ആക്റ്റീവ് ആവും ചില സമയങ്ങൾ. So at sometimes the systems that are underneath the ground will rise up. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും, So let's say some people within your house, ഈ ചിലര് നിങ്ങൾക്ക് പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. you might be able to relate to what I'm going to say. വൈകിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്തിട്ടായിരിക്കാം വിശ്രമിക്കുന്നത്. You might go to bed after discussing some things in the house. രാവിലെ എഴുന്നേൽക്കും പറയും ഞാൻ സ്വപ്നം കണ്ടെന്ന് പറയും. When you wake up in the morning, you say, I saw a dream. എന്താ കണ്ടെന്ന് അറിയാമോ? വൈകിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. That dream will be something related to what എന്ന് you were പറഞ്ഞാൽ speaking about before you went to sleep. റൈസ് അപ്പ്. So your subconscious has risen up. നിന്റെ മൈൻഡിന് ഒരു പിക്ചർ കൊടുത്തു. So your mind has then received a picture. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുള്ളിക്കാരി പറയും അച്ഛാ ഞാൻ സ്വപ്നം കണ്ടെന്ന് പറയും. So when you wake up in the morning, you might hear your wife say that I saw a dream. പക്ഷെ നിന്റെ സബ് കോൺഷ്യൻസ് ഒഫൻസിലാണെങ്കിൽ, But if your subconscious is living in offense, the dream which you received will be related to that. മനസ്സിലാകുന്നുണ്ടോ? do you understand this? പൗലോസ് പറഞ്ഞ പദം മറക്കല്ലേ. I strive, I exercise, I put effort to live a life so that my conscience should stay, amen, hallelujah, alive and active without any offense. അപ്പോൾ നോക്കിയേ, ഈ സബ് ഈ രാത്രി ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞതാണ്. This was an example, so I said it's that you might be able to relate. ഈ രാത്രി ഉറങ്ങുമ്പോൾ നല്ല ടയർഡായി കിടന്ന് ഉറങ്ങുമ്പോൾ എപ്പോഴും എനിക്ക് എല്ലായ്പ്പോഴും അങ്ങനത്തെ വളരെ റെയർലി എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. Many times when you are going to sleep very tired, ഈ നിന്റെ കോൺഷ്യൻസ് void of offense ആണെങ്കിൽ, if your conscience is void of offense, it will become the voice of the Holy Spirit. മനസ്സിലായില്ല? If your conscience is void of offense, it will become the voice of the Spirit. മനസ്സിലാകുന്നുണ്ടോ? Hallelujah. ഒന്നും മനസ്സിലായില്ല. If your conscience is clear and void of offense, it will become the voice of the Spirit. യേശു പറഞ്ഞ പദമുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. there is something Jesus said. He said, my sheep hear my voice. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. My sheep hear my voice. എൻ്റെ ആ ശബ്ദം കേൾക്കുന്നവ എന്നെ അനുഗമിക്കുന്നു. And those that hear my voice receive me. ശബ്ദം കേൾക്കാതെ ആടുകൾക്ക് ഇടയനെ അനുഗമിക്കാൻ ഒക്കത്തില്ല. The sheep cannot receive their shepherd without having heard his voice. നിനക്ക് ആത്മാവിന്റെ ശബ്ദം ക്ലാരിറ്റിയോടെ കേൾക്കണമെങ്കിൽ, If you want to hear the voice of the If you want to hear the voice of God clearly, പൗലോസ് പറഞ്ഞ പദം മറക്കല്ലേ, എക്സർസൈസ്. remember what Apostle Paul said. Strive to keep your conscience void of all the offense. രാമൻ പറഞ്ഞേ, അത്രയും പറയാനേ സമയമുള്ളൂ. ഒരു വാക്യം കൂടെ എന്നെ വായിച്ചു സദൃശവാക്യത്തിലേക്ക് വന്നാട്ട്. സദൃശവാക്യം 4-ാം അധ്യായം 23-ാം വാക്യം. സദൃശവാക്യം 4-ാം അധ്യായം 23-ാം വാക്യം. സദൃശവാക്യം 4-ാം അധ്യായം 23-ാം വാക്യം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ എന്ത് ചെയ്യണം? കാത്തുകൊള്ളുക. നോക്കിയേ, സകല ജാഗ്രതയോടും കൂടെ എന്തോ കാത്തുകൊള്ളണം? ഹൃദയം കാത്തുകൊള്ളണം. അതിൽ നിന്നാകുന്നു ജീവന്റെ ഉറവിടം. പൗലോസ് പറഞ്ഞ പദത്തിന്റെ അകത്ത് രണ്ട് റൂട്ടുകളാണ് പൗലോസ് പറയുന്നത്. There are two roots that the Apostle Paul touches. Amen. It is offense towards God and offense towards men. ഒന്ന് ദൈവത്തോടുള്ള ഒഫൻസ്. നമുക്ക് കർത്താവിനോട് ചിലർക്ക് ഒഫൻസ് തോന്നും. Many people have offense toward God. പ്രാർത്ഥിച്ചൊരു കാര്യം നടന്നില്ല, that they prayed for something and it didn't happen. ഒരു എക്സാം എഴുതി തോറ്റുപോയി.
an exam. They wrote an exam and they failed the exam. മോശയ്ക്ക് അങ്ങനെ ഒഫൻസ് ഉണ്ടായ സന്ദർഭങ്ങളുണ്ട്. There was a time that Moses had offense like കാരണം that ജനം നിലവിളിക്കുക, because the people of God are murmuring. ഇറച്ചിയില്ലെന്നാ പറയുന്നത്. They say there is no meat. അപ്പൊ അതുകൊണ്ട് ജനത്തിന്റെ കരച്ചിൽ കാരണം ആർക്ക് ഒഫൻസ് ഉണ്ടായി? So because of the cry of the people who മോശ had offense, ഒഫൻഡഡ് ആയി. Moses became offended. മോശ ദൈവത്തോട് പിറുപിറുക്കാൻ സംസാരിക്കാൻ തുടങ്ങി. Moses started to speak. ഡിസപ്പോയിന്റഡ് ആയി. He was അപ്പൊ disappointed. നോക്കിയ ദൈവത്തോട് നമുക്ക് എന്ത് തോന്നാം? So how will you feel toward God? നമുക്ക് ഒഫൻസ് വരാൻ സാധ്യതയുണ്ട്. There might be possibilities of you being എന്നതുപോലെ offended തന്നെ toward God. മനുഷ്യനോട് നമുക്ക് ഒഫൻസ് വരാം. You may also be offended toward man. ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു, ഹല്ലേലൂയ, നമുക്ക് മറ്റുള്ളവരോട് കയ്പ് വരാൻ സാധ്യതയുണ്ട്. There is a possibility for you to be bitter towards someone because they said something. Like a bitterness, resentments, hatred, ഇതെല്ലാം ഇത് നമ്മുടെ മൈൻഡിന്റെ അകത്തു, ബ്രെയിനിന്റെ അകത്തുനിന്ന് മൈൻഡ് ക്യാപ്ചർ ചെയ്താൽ നമ്മുടെ സബ് കോൺഷ്യൻസിന്റെ അകത്ത് ഒതുങ്ങിക്കൂടാൻ, അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. This starts from the brain that goes into your mind and then it might be imprinted then in your subconscious mind. നിന്റെ കോൺഷ്യൻസിന്റെ അകത്ത് അത് കിടന്നാൽ നിന്റെ അകത്തു നീ ആത്മനദി ഒഴുകാൻ തടസ്സമായിരിക്കും. If this stays in your conscience, this will stop that river of the spirit. അതുകൊണ്ട് സദൃശവാക്യം പറഞ്ഞത്, keep your heart diligently, hallelujah, protect your heart diligently. അതാണ് നിന്റെ ലൈഫിന്റെ സോഴ്സ്. രാമൻ പറഞ്ഞേ, എന്തിനാ ഇത് പറയുന്നറിയാമോ? Do you know why it is that I'm saying this? So fruitfulness ഉണ്ടാകണം. So that you should be fruitful. Fruitful ആകണം. You should be fruitful. ഹല്ലേലൂയ. ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നദി ഒഴുകണം. If you desire to be fruitful, this river should flow. നദി ഒഴുകേണ്ട സോഴ്സ് ഏത് ഭാഗത്തുനിന്ന് ഒഴുകുന്നറിയ? ബ്രെയിനിൽ നല്ല ഒഴുകേണ്ടത്. From your innermost being, that hallelujah, the river should start flowing. ആ റിവറിന്റെ ഒഴുക്കിനെ തടയാൻ സാധ്യതയുള്ള അഭിഷേകത്തെ പൗലോസ് തൊട്ടിട്ടുണ്ട്. അത് ഓഫൻസ് ആണ്. ഇന്ന് രാത്രി നിന്റെ അകത്തൊരു ഓഫൻസ് കിടപ്പുണ്ടെങ്കിൽ shake it off. അതിനെ കുടഞ്ഞുകള. നിന്റെ അകത്തുനിന്ന് ജീവൻ ഒഴുകി തുടങ്ങട്ടെ. Something that can prevent the flow of this river is offense, and if you have it, shake it off so that the spirit can flow. ഒരു വാക്യം കൂടെ വേണം തൊടാം. Let's touch on another verse. സുവിശേഷം 11-ാം അധ്യായം. The book of Matthew chapter 17. 11 chapter, Matthew chapter 11 verse 1 to 6. Matthew chapter 11 verse മൈക്ക് കൊടുത്താട്ടെ. മൈക്ക് എന്തി? സ്വതം. യേശു തന്റെ 12 ശിഷ്യന്മാരോട് യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുന്നു. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഇപ്പോ എവിടാ? So where is John the Baptist now? കാരാഗൃഹത്തിലാ. He's in prison. ഈ യോഹന്നാൻ സ്നാപകന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നത്, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ ആരുമില്ല. There is something the word speaks about John the Baptist, that there is no one greater that was born of women than John the Baptist. ഇപ്പോ എവിടാ? But where is he now? കാരാഗൃഹത്തിലാ. He's in prison. സ്തോത്രം. ഇവിടുത്തെ പോലത്തെ കാരാഗൃഹമല്ല. And it is not prison like we have it today. ഇവിടുത്തെ പലർക്കും മലയാളിയുടെ കാര്യമല്ല പറഞ്ഞത്. It is not regarding Malayalis that I'm talking about. പലരും പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ പല പുള്ളികൾക്കും ഇവിടുത്തെ കാരാഗൃഹം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞത്. But I've heard from many people saying that people here like the prisons that are here. അവിടെ പെപ്സിയും ചിക്കനും എല്ലാം കിട്ടും. Because they have every resources there. പക്ഷേ യോഹന്നാൻ സ്നാപകന്റെ കാര്യം അതല്ല. But the case of John the Baptist was not like that. മരുഭൂമി വഴി ഒരുക്കുവാൻ വന്ന അല്ലെങ്കിൽ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്ന യോഹന്നാൻ സ്നാപകൻ കാരാഗൃഹത്തിനകത്തായി. The man that came with the spirit of Elijah that came to prepare a way in the wilderness is now in prison. അപ്പോൾ യോഹന്നാന്റെ അകത്ത് ഒത്തിരി ചോദ്യം വരാൻ തുടങ്ങി. So now John had many questions. യേശു കർത്താവിനെ യോർദാൻ നദിയിൽ സ്നാനം കഴിപ്പിച്ചത് ആരാണ്? Who was it that baptized Jesus? യോഹന്നാൻ സ്നാപകനാ. It was John the Baptist. പക്ഷേ ഇപ്പം യോഹന്നാൻ ഒരു സംശയം. Now John has a question. എന്താണെന്നറിയാമോ? വരുവാനുള്ളവൻ. അപ്പൊ ഇപ്പൊ എന്തോ പോയി? വിശ്വാസം പോയി. So now he has lost his faith. He is asking, are you the one that should have come? എന്തോ പോയി? വെളിപ്പാടുകൾ പോയി. Now he has lost his ആ revelation. തലമുറയിൽ യേശു കർത്താവിനെ കുറിച്ച് വെളിപ്പാടുണ്ടായിരുന്ന ഒരു മനുഷ്യനാ യോഹന്നാൻ. John was someone at that time that had a revelation about Jesus. ദൈവശബ്ദം കേട്ടോണ്ടിരുന്ന ഒരു മനുഷ്യനാ He was a യോഹന്നാൻ. man that was hearing the voice of പക്ഷേ God. ഇപ്പൊ സീസൺ മാറിയപ്പോൾ ഹല്ലേലൂയ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. വരുവാനുള്ളവൻ നീ തന്നെയാണോ? But when the season started to change, he starts to ask questions and says,
says, are you the one that should have come? ഈ യോഹന്നാൻ തന്നെ പറഞ്ഞതാണ്, സ്തോത്രം, ഹല്ലേലൂയ, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞടിപ്പാൻ ഞാൻ യോഗ്യനല്ല. That he was the same one that said that there is one coming now that whose the shoes of his I'm not worthy ഒരു to സീസൺ untie. മാറിയപ്പോൾ ചോദിക്കുക, നീ തന്നാണോ ആ പുള്ളി? But after a season he's asking, are you that same one that should ഞങ്ങൾ have come? മറ്റൊരുവനെ കാത്തിരിക്കണമോ? Or should we look for somebody else? അടുത്ത വാക്യം, 4-ാം വാക്യം, verse 4 please. യേശു അവരോട്, Jesus answered and said കുരുടർ unto them, കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗി ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയുന്നു. പറഞ്ഞാൽ നീ പറഞ്ഞ പാപൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്നിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. in other words, whatsoever you prophesied about me, it is happening through my hands. അടുത്ത വാക്യം, 5-ാം വാക്യം, Next verse 5. എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. Go and tell John what it is that you are hearing and seeing. അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാരോട് ഇത് പറഞ്ഞ് യേശു വിട്ടു. So now Jesus is sending the disciples back to John. Verse 6, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനല്ല. അപ്പൊ യേശു ആരെ കുറിച്ചാ പറഞ്ഞേ? Who is Jesus talking about in verse 6? ആരെ കുറിച്ചാ പറഞ്ഞേ? ഇടറി. ഇത് അതാ പറഞ്ഞ മലയാളത്തിൽ വേർപ്പെടുത്തേന് ഇടറി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാലിടറിയതാണോ കൈയിടറിയതാണോ എന്നതാ ഇടറിയത്. ശരിക്കും അവിടെ കൊടുത്തേക്കുന്ന വാക്യം നോക്കിയേ, ആൻഡ് ബ്ലെസ്ഡ് ഈസ് ഹി whosoever shall not be offended in me. അപ്പൊ യോഹന്നാന് വെളിപ്പാട് പോയത് എന്നാ കാരണം? വിശ്വാസം പോകാൻ എന്നാ കാര്യം? ഡിസപ്പോയിന്റഡ് ആകാൻ എന്നാ കാര്യം? ചോദ്യം ചോദിക്കാൻ എന്നാ കാര്യം? യോഹന്നാനെ, you became offended in your conscience. That is why you started asking questions. മനസ്സിലാകുന്നുണ്ടോ? Do you understand this? അപ്പം കോൺഷ്യൻസിന്റെ അകത്ത് എന്നാ പറ്റി? So what happened to John's conscience? കാരാഗ്രഹത്തിൽ കയറിയപ്പോ ഇവന്റെ സീസൺ മാറിയപ്പോ ഇവന്റെ അകത്ത് ഒഫൻസ് കയറി. The moment he entered prison and his seasons changed, he started to be offended. ഒഫൻസ് അകത്ത് വന്നപ്പോൾ when offense came inside him, ഒഴുക്ക് നിന്നു, the river stopped flowing, വെളിപ്പാട് പോയി, and he lost his revelation. ദർശനം മങ്ങി, his visions had stopped, വിശ്വാസം പോയി, he lost his faith. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാ. Can we stand up in the presence of God? പൗലോസ് പറഞ്ഞ പദം ഹൃദയത്തിൽ കിടക്കട്ടെ. സ്തോത്രം. ഈ ദിവസങ്ങളെല്ലാം ദൈവജനം അത് ധ്യാനിക്കണം. Let's remember what Paul said, and in these days the people of God should meditate on those things. I strive myself. Hallelujah. I exercise myself. Hallelujah. എന്താണെന്നറിയാമോ? To always have a conscience void of offense towards God and man. Hallelujah. Always, വല്ലപ്പോഴുമല്ല, every day of your life, keep this in mind. Strive yourself, exercise yourself. നമ്മുടെ അകത്ത് പിശാച് ഒരു വിഷമിടാൻ നാം ഒഫൻഡഡ് ആകാൻ അനുവദിക്കരുത്. Never allow for the devil to put poison inside you and that to lead to offense. Always our conscience should be clear. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. Can we close our eyes and ഇന്ന് pray? രാത്രി നമ്മുടെ കോൺഷ്യൻസിന്റെ അകത്ത് ഒരു ഒഫൻസ് കിടപ്പുണ്ടെന്ന് തോന്നുന്നെങ്കിൽ, If you sense that there is an offense that is there in your conscience, അത് കയ്പാകാം, that can be bitterness, അത് വിദ്വേഷമാകാം, that can be resentment, അത് ഹേറ്റ്രഡ് ആകാം, അത് പകയാകാം, that might be revenge. ഹല്ലേലൂയ. ഇതെന്തെങ്കിലും നിന്റെ അകത്ത്, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ ദേഹിക്കകത്തൂന്ന് സബ് കോൺഷ്യസ് ഏരിയക്കകത്തേക്ക് കൈമാറിയെങ്കിൽ, അത് നിന്റെ അകത്ത് നിൽക്കുന്നെങ്കിൽ, സ്തോത്രം, അത് നിന്റെ വളർച്ചയെ, നിന്റെ ഫ്രൂട്ട്ഫുൾനെസ്സിനെ തടയാൻ പിശാച് കൊണ്ടുവന്ന സാധനമാണ്. If there is ever anything like that within you, that is something the devil brought to stop your growth. അത് നിന്റേതല്ലത്. That is not yours. അത് ഇന്ന് രാത്രി ഷേക്ക് ഇറ്റ് ഓഫ്. അത് കുടഞ്ഞുകളാ, അത് കുടഞ്ഞുകൾ. വിൽഫുള്ളി, ചിലരോട് ചിലപ്പോൾ ഒരു പക്ഷേ willfully without any condition, നമ്മുടെ ഭാഗത്തായിരിക്കാം റൈറ്റ്. You might, the truth might be with you. നിന്റെ ഭാഗത്തായിരിക്കാം 100% റൈറ്റ്. The 100% truth might be on your side. ഹല്ലേലൂയ. പക്ഷേ ചിലരുടെ അധരങ്ങളെ നിനക്കെതിരെ പിശാച് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. But the devil might have used the mouth of other people against you. പൗലോസേ, നീ തിന്മ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇപ്പോൾ ന്യായവിസ്താരത്തിന് മുമ്പിൽ നിൽക്കുന്നത്? Paul, are you before this high council because you have done something wrong? പൗലോസേ, നീ തിന്മ എന്തെങ്കിലും ചെയ്തിട്ടാണോ ആരും നിനക്ക് തുണയില്ലാതെ നിൽക്കുന്നത്? Paul, are you like this because are you like this because you have done something wrong? പൗലോസ് ഇങ്ങനെ പറയും, Paul will say like this, ആരും എനിക്ക് തുണ നിന്നിട്ടില്ല. that there is no one that was my refuge. ഞാൻ, ഹല്ലേലൂയ, കുറ്റം ആരോപിക്കുന്നവരുടെ മുൻപിലാണ് നിൽക്കുന്നത്. I am before people that judge me.
ഈ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ 100% സ്വതം സത്യമല്ല. And the people and what they are saying before this high council is not even true. എന്റെ ഹൃദയത്തിനകത്ത് മുറിവുകൾ വരുന്നുണ്ട്. I have burdens in my heart. പക്ഷെ എന്റെ മനസ്സാക്ഷിയെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. But I'm protecting my conscience. കാരണം ഞാൻ ഫലം പുറപ്പെടുവിക്കേണ്ടവനാണ്. Because I'm someone that should be bearing fruit. ഞാൻ ഫലം പുറപ്പെടുവിക്കേണ്ടവനാണ്. I should bear fruit. അടുത്ത അധ്യായങ്ങൾക്കകത്ത് വരുമ്പോൾ ഭയങ്കര തിരമാലകളും കാറ്റും തന്റെ പടകിന് നേരെ ആഞ്ഞടിക്കുകയാണ്. In the next few chapters, a ship is facing much turmoil because of മനസ്സാക്ഷി സൂക്ഷിക്കുന്ന ഒരുവന്റെ പടകിന്റെ അകത്ത് ദൂതൻ ഇറങ്ങി. But the angel came down to the ship of the one that was protecting his conscience. ആമേൻ. ദൂതൻ പറഞ്ഞു, രാമൻ ആമേൻ സൂര്യനെയോ ചന്ദ്രനെയോ കാണുന്നില്ല, ഭക്ഷണം കഴിക്കാനില്ല, എല്ലാ പ്രതികൂലമാണെങ്കിലും മനസ്സാക്ഷി സൂക്ഷിക്കുന്നവൻ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങി. It is someone that was protecting the voice of God. ഹല്ലേലൂയ. എന്നാ കാര്യം അറിയാമോ? കോൺഷ്യൻസ് void of all the offenses. ഹല്ലേലൂയ. ആമേൻ. ദൈവശബ്ദം എന്താണെന്നറിയാമോ? പൗലോസേ ഭയപ്പെടേണ്ട, സ്തോത്രം, ഹല്ലേലൂയ, നിന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും നിശ്ചയം. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ ആമേൻ റോമിൽ ചെല്ലേണ്ടത് ദൈവഹിതമാണെങ്കിൽ, ഫലം പുറപ്പെടുവിക്കേണ്ട ദൈവഹിതമാണെങ്കിൽ, നിന്നെ അതൊരു തിരഞ്ഞെടുത്തതാണെങ്കിൽ, മനസ്സാക്ഷി സൂക്ഷിക്കുന്നത് കൊണ്ട് നീ റോമിൽ കാലുകുത്തിയിരിക്കും. Paul, if it is God's will that you step into Rome, God will protect you till you reach that place. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. Can we close our eyes and pray? എല്ലാവരും 1 മിനിറ്റ്, അടുത്ത 1 മിനിറ്റ് സമയമുള്ളൂ. We only have the next 1 minute. അകത്തൊരു ഒഫൻസ് കിടപ്പുണ്ടെങ്കിൽ, If there is any offense within you, ഈ കണ്ണുള്ള ദിവസം അടയ്ക്കുകയാണ്. can we close our eyes? ഈ ഉറക്കം കെടുത്തുന്ന, If there is ever anything that disrupts your sleep, നീ ഉറക്കം പോലും കെടുത്തിക്കളയുന്ന something that disrupts your sleep, ചില സാഹചര്യങ്ങൾ നിന്നെ വേട്ടയാടുന്നെങ്കിൽ, if there are problems arising that is disrupting your sleep, നീ ഫലം പുറപ്പെടുവിക്കണം. ഇപ്പോൾ തന്നെ എല്ലാവരും ദയവായി ശ്രദ്ധിച്ചാട്ട്. can everyone just pay attention for 1 minute? നിന്നെ ഉറക്കത്തിലും ടോർമെന്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നീ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ, If you are facing problems where even in your sleep you are being tormented, നീ ദൈവം തെരഞ്ഞെടുത്ത ഫലം പുറപ്പെടുവിക്കേണ്ട വൃക്ഷമാണ്. you are a branch that should be bearing fruit by God. പക്ഷേ ആമേൻ, അത് നദിയുടെ ഒഴുക്കുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ഒഴുക്കിനെ അടയ്ക്കാൻ പിശാച് വെച്ച സംവിധാനം അത്. But that will only happen if the river flows, and that is a system that the devil has established to stop that flow. നിന്റെ ഭാഗത്തായിരിക്കും ന്യായം. You might be right. പക്ഷേ ഇന്ന് രാത്രി willfully, without any condition, forgive that situation. ക്ഷമിക്കേണ്ടവരോട് നീ ക്ഷമിച്ചേരെ. Forgive the people you need to forgive. വിട്ടുകളയേണ്ടത് നീ വിട്ടുകളഞ്ഞേരെ. Let go of what you need to let go നീ of, ഫലം പുറപ്പെടുവിക്കാൻ പോവാ. because you are going to bear fruit. നിന്റെ നദി ഒഴുകാൻ പോവാ. This river is going to start flowing ആ from നദി you. ഒഴുകുമ്പോൾ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും. When that river flows, life will start to work. നീ ഇതുവരെ കാണാത്ത ഫലം നിന്നിൽ നിന്ന് പുറപ്പെടുവാൻ You തുടങ്ങും. will start to see fruit you have never seen before coming out of you. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. Seeking you as a precious stone, Lord, give up, I be a fool. You are my all in all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. Worthy is your name. Worthy is your name. സ്തുതി ചെയ്യണമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ, സ്തുതി ചെയ്യണമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ഇതുപോ സുജീവൻ തന്നോരാത്മാ സ്നേഹിതന്റെ രാഗിണി, ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതന്റെ രാഗിണി, മരണ ധികായി
മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ ദിനവും മനമേ തൽസമയം വൻകൃപകൾ പ്രാപിപ്പാൻ ദിനവും മനമേ തൽസമയം വൻകൃപകൾ പ്രാപിപ്പാൻ അവിധൈര്യമായി കൃപാസനത്തിൽ അന്തിജത്തിൽ ചേർന്നു നീ അവിധൈര്യമായി കൃപാസനത്തിൽ അന്തിജത്തിൽ ചേർന്നു നീ സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ സ്തുതി ചെയ് സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ എല്ലാ ബഹുമാനം സ്തുതി സ്തോത്രവും എന്ന യാഗത്തെ ഞാൻ അർപ്പിക്കുന്നപ്പാ. ജീവനാഥൻ യേശുവേ സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതി ചെയ് സ്തുതിക്ക് യോഗ്യനായ ദൈവത്തെ നിത്യവും ആമേൻ ജീവനാഥൻ യേശുവേ വാഴ്ത്തുന്നേ ജീവൻ നൽകി അപ്പാ ഞാനെ വാഴ്ത്തുന്നപ്പാ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ അപ്പാ വാഴ്ത്തുന്നേ ജീവൻ നൽകി വാഴ്ത്തുന്നേ 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 ജീവൻ നൽകി എടുത്ത കർത്തനേ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവ് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവ് He is Lord, He is Lord. He has risen from the dead, He is Lord.
Lord. He is Lord. He has risen from the dead and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി, യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനെ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനെ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും വിശ്വാസത്തോടെ എല്ലാ നാവും പാടും, യേശു മാത്രം